ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. P.N. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. ആദ്യത്തെ വായനാ ദിനം ആചരിച്ചത് ഏത് വർഷമാണ്? 1996. കേരള സാഹിത്യ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ. മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? കുന്തലത. കുന്തലത എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? M.K. മേനോൻ. M.K. മേനോന്റെ തൂലികാനാമം എന്താണ്? വിലാസിനി. 1958 നോവലിനുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ ഏതാണ്? ഉമ്മാച്ചു. എഴുത്തച്ഛൻ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ബാലാമണിയമ്മ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? O.V. വിജയൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് M.T. വാസുദേവൻ നായർ എഴുതിയ നോവൽ അല്ലാത്തത്? ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൻ്റെ രചയിതാവ് ആരാണ്? C.V. രാമൻപിള്ള. 1889 പ്രസിദ്ധീകരിച്ച ഇന്ദുലേഖ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? O. ചന്തുമേനോൻ. താഴെ കൊടുത്തിരിക്കുന്ന അവാർഡുകളിലൊന്ന് O.V. വിജയനാണ് ആദ്യം ലഭിച്ചത്. മുട്ടത്തു വർക്കി പുരസ്കാരം. ആദ്യമായി പ്രസിദ്ധീകരിച്ച മലയാളം ചെറുകഥ ഏതാണ്? വാസനാ വികൃതി. ഹൃദയകുമാരിയും സുഗതകുമാരിയും ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകന്റെ മക്കളായിരുന്നു? ബോധേശ്വരൻ. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം എഴുതിയ മലയാള നോവൽ ഏതാണ്? അഗ്നിസാക്ഷി.